മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇന്നലെ ഇറങ്ങിയ ഹേമകൃത്യ റിപ്പോർട്ടിന് ശേഷം എൻറ്റയർലി മാറിയിരിക്കുകയാണ്. എല്ലാവരും സംശയത്തിന്റെ ആരുടെയൊക്കെ പേരൊന്നും അറിയത്തില്ല, എല്ലാവരും സംശയത്തിന്റെ മുൻനിരയിലാണ് നിൽക്കുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു വിഷയം നടന്നുകൊണ്ടിരിക്കും തന്നെ മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട്, അവർ നോക്കിക്കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത് എൻറ്റയർലി മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേരായി മാറും എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലില്ല, നേരെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ 70 പേജുകളുടെ വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിളായി കൂടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു, ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരാൻ. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചു കൊടുക്കും. തീർച്ചയായും റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പറയുന്നത്. സാർ ഇപ്പോൾ 2017 ഇത് കൊടുത്തത്, ഇത്രയും വർഷം എടുത്തു. എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറയുന്നത് ഉന്നതരുണ്ട്, ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിന് മുന്നിൽ. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണെങ്കിൽ പോലും അവർ സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ പേരുകൾ പറയുവാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ടില്ല. അതുകൊണ്ട് കാരണം അതിലുണ്ടോ? തീർച്ചയായിട്ടും ഇരകളുടെ സ്വകാര്യത പാലിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിനെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റും. അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരും ചൂണ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇത്തരം ആളുകൾ ആരാണ്? അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം. ആ ആളുകളെ ിക്കുന്ന നടപടികൾ എടുക്കണം. അങ്ങനെയാണ് വൈകാനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷേ വൈകേണ്ട റിപ്പോർട്ട് എന്തായാലും അതെ, വൈകേണ്ട റിപ്പോർട്ടല്ലാതെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത് വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. ഉത്സവത്തോട് പറയേണ്ടത് എന്തിനാണ്, ആരെയാണ് പേടിക്കുന്നത്, ഇത്രയും നല്ല റിപ്പോർട്ട് എന്തിനാണ് ഇത് ഭയക്കുന്നത്? അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നു വന്ന പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചുള്ള ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും അത് മാറില്ല. അതിന് കാരണക്കാർ നമ്മളും കൂടിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യയിൽ പോകുന്ന സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അതിനൊരു സിനിമ വേൾഡ് ഇന്ത്യൻ ലോക സിനിമാ ചരിത്രത്തിന് അപൂർവമായ സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. അത് ഞാൻ കാണാത്തതും കേൾക്കാത്തതുകൊണ്ടെന്ന് വിശ്വസിച്ച് പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടായിട്ട് അത്ര സിനിമ ഉണ്ടാക്കിയ, വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ്, മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്ക് കമേഴ്ഷ്യൽ സിനിമ ഇതിപ്പോൾ കടകളൊക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച പ്രത്യേകൂടെ കുറച്ച് ഫൈറ്റ് ആളുകൾ കാണിക്കുന്നുണ്ട്, കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്ഷ്യൽ സിനിമ അങ്ങനെയും ചെയ്യാൻ പോകും സ്ത്രീകളെ ഫൈറ്റ്. കാരണം എന്താ, നമ്മൾ അച്ഛന്മാരായിട്ട് മാത്രം നമ്മൾ കണ്ടുള്ളൂ. നമ്മളങ്ങനെ ജീവിക്കും. നമ്മൾ അമ്മമാരായിട്ട് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. കാലം മാറും, തരും.
നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയ്ക്കൂടെയുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാക്കും. പിണറായി സർക്കാരിനെ പ്രതിപക്ഷം ഇതിനെ അടിച്ചുകൊണ്ട് നിയമസഭ റിപ്പോർട്ട് വായിപ്പിക്കാൻ കാരണമായി. പക്ഷെ പിണറായി സർക്കാരിന്റെ ഒരു ആർജവല്ലേ ഇതിപ്പോ പുറത്തിറങ്ങാനുള്ള കാരണം? പിണറായി സർക്കാരിനെ ആർജവം ആണല്ലോന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടുള്ളതാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് നമ്മളെ സംശയത്തിൽപ്പെടുത്തുന്നത്. ഇനി ആർജവം ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച് സിനിമയിലേക്ക് പോകും.